വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമെന്ന് പറയുന്നത് ഗലീലയിലെ കാനാവിൽ കല്യാണ വീട്ടിൽ വെച്ചായിരുന്നു. സന്തോഷത്തോടെ ആരംഭിച്ച കല്യാണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സന്തോഷവും ആനന്ദവും നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി. എന്നാൽ ആ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. ആ വീട്ടിലെ ശൂന്യതയെ യഥാർത്ഥമായി മനസ്സിലാക്കിയ അമ്മ യേശുവിനോട് വീഞ്ഞു തീർന്നു എന്ന് പറയുമ്പോൾ അല്പം നിരാശ നിറഞ്ഞ വാക്കുകളായിരുന്നു യേശുവിൻ്റെ അധരങ്ങളിലൂടെ പുറത്തു വന്നത്. എന്നാൽ മറിയ പറയുന്ന ഒരു പദമുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. യേശു തൻ്റെ മഹത്വത്തെ ആ ഭവനത്തിൽ വെച്ച് വെളിപ്പെടുത്തുമ്പോൾ ഈ അത്ഭുതം നടക്കുവാൻ കാരണമായത് അവൻ കൽപ്പിച്ചത് ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ സന്തോഷത്തോടെ തുടങ്ങിയ പലതും പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് ഇനിയും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ച് എവിടെയെങ്കിലും ദൈവിക പദ്ധതികൾ നിങ്ങൾ അവസാനിപ്പിച്ചെങ്കിൽ ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. ദൈവം പറയുന്ന വാക്കുകളെ അനുസരിപ്പാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ അതേ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. അവൻ കൽപ്പിച്ചത് ചെയ്യുവാനുള്ള മനസ്സും മനോഭാവവും നമ്മളിൽ രൂപപ്പെടുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.